ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച ഒരു കടലക്കറിയാണ്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത കടല 3 കപ്പ്, മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, വെളുത്തുള്ളി 12 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില 2 തണ്ട്, വറുത്തരയ്ക്കാനായി ചിരകിയ തേങ്ങ 1 കപ്പ്. ഇനി ഒരു കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന 3 കപ്പ് കടല, സവാള ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, വെളുത്തുള്ളി 12 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില 2 തണ്ട്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. സാധാരണ ചില്ലി പൗഡർ ഉപയോഗിക്കുന്നവർ 1.5 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതിയാകും. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, ഉപ്പ് 2 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 250 മില്ലിയുടെ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു കുക്കറിൽ 3 വിസിൽ വരുന്നത് വരെ നന്നായി വേവിച്ചെടുക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് തണുക്കാനായി മാറ്റിവെക്കാം. ഡാർക്ക് കളർ വേണ്ടവർക്ക് കുറച്ചുകൂടി മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കുവാനായി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി വേവിച്ചെടുത്ത കടലയിലേക്ക് അരപ്പ് ചേർത്ത് ഒരു 5 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്ത് വേവിക്കുക. ഇനി താളിക്കാനായി 4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 3 വറ്റൽമുളക്, കറിവേപ്പില എന്നിവ എടുക്കുക. പാൻ നന്നായി ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇനി കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് വറുത്തരച്ച തേങ്ങ മിക്സ് ചെയ്ത കടല ഈ പാനിലേക്ക് പകർന്നു കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു സെർവിങ് പാനിലേക്ക് മാറ്റാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. Thank you for watching.